ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് പ്രൊജക്റ്റ് ടൈഗർ എന്ന പാഠം പഠിക്കാം. നോ വൺ ക്യാൻ ബീറ്റ് ഹോളിവുഡ് വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് ഇൻ ദം. മൃഗങ്ങളുടെ സിനിമകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കും കഴിയില്ല. ഐ റിമെമ്പർ ഫിലിംസ് ഇൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ദെയർ വെർ ക്വൈറ്റ് എ ഫ്യൂ ഓഫ് ദം ദാറ്റ് ഹാഡ് ആൻ അൽസേഷൻ കോൾഡ് റിൻ ടിൻ ടിൻ. എൻ്റെ ബാല്യകാലത്ത് റിൻ ടിൻ ടിൻ എന്ന ഒരു അൽസേഷൻ നായ ഉണ്ടായിരുന്ന സിനിമകൾ ഞാൻ ഓർക്കുന്നു. ദിസ് ഡോഗ്സ് ആക്ടിംഗ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻസ്. ലേറ്റർ വി ഗോട്ട് ടു സീ 3 or 4 അതർ ഫിലിംസ് കോൾഡ് ലസി. ഒരു മനുഷ്യനേക്കാൾ ആസ്വാദികരമായിരുന്നു ഈ നായയുടെ അഭിനയം. പിന്നീട് ലാസി എന്ന തരത്തിൽപ്പെട്ട ഒരു നായയുടെ സിനിമകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ടു ജസ്റ്റ് എബൌട്ട് എനിത്തിങ്. സംവിധായകന് ലാസിയെ കൊണ്ട് എന്തും ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ദീസ് ട്രെയിൻഡ് ഡോഗ്സ് വെയർ ഫേമസ് സ്റ്റാർസ് ഇൻ ദെയർ ഓൺ റൈറ്റ്സ് ആൻഡ് ദ മണി ദേ ഏൺഡ് വാസ് നോ ലെസ് ദാൻ വാട്ട് എ റിയൽ ഫിലിം സ്റ്റാർ ഗോട്ട്. ഈ പരിശീലിപ്പിക്കപ്പെട്ട നായകൾ പ്രശസ്ത താരങ്ങളായി മാറി. അവ സമ്പാദിച്ചിരുന്ന പണം ഒരു യഥാർത്ഥ സിനിമാ താരത്തിൻ്റേതിൽ നിന്നും ഒട്ടും കുറവായിരുന്നില്ല. ദെയർ ഓണേഴ്സ് കുഡ് ഈസിലി മേക്ക് ആസ് മച്ച് ആസ് 100,000 rupees ഫ്രം ജസ്റ്റ് എ ഫിലിം. അവയുടെ ഉടമസ്ഥന്മാർക്ക് ഒരു സിനിമ കൊണ്ട് തന്നെ 1,00,000 രൂപയോളം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു. ഐ റിയലൈസ്ഡ് ഹൗ റവറൻ്റ്ലി ദീസ് ആനിമൽസ് ആക്ടേഴ്സ് were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. ഒരു 20 വർഷം മുമ്പ് ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് ഒരു സിനിമയുടെ ചിത്രീകരണം കാണാനിടയായി. അപ്പോഴാണ് ഈ മൃഗാഭിനേതാക്കളോട് എത്ര ആദരവോടെയാണ് ആളുകൾ പെരുമാറുന്നത് എന്ന് എനിക്ക് മനസ്സിലായത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഐ റീച്ച്ഡ് ദ സ്റ്റുഡിയോ ടു ഫൈൻഡ് ദാറ്റ് ദ ഷൂട്ടിംഗ് ഹാഡ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു വലിയ നായയായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിലെത്തിയപ്പോഴേക്കും സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്, ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ദേ വിൽ വാക്ക് ഓർ വെയർ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. ക്യാമറാമാൻമാർ ലൈറ്റുകൾ ഒരുക്കുകയായിരുന്നു. ഓരോ ഷോട്ടുകളിലും തങ്ങൾ എവിടെയാണ് നിൽക്കുക എന്നും എങ്ങനെയാണ് നടക്കുക എന്നും ക്യാമറാമാൻമാരെ കാണിച്ചു കൊടുക്കുന്നതിനായി ലൈറ്റുകൾ ക്രമീകരിക്കുന്ന സമയത്ത് അഭിനേതാക്കൾ ഹാജരാകാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ് ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദെയർ സ്റ്റാൻഡിൻസ്. എന്നാൽ ഫേമസായ ചില സ്റ്റാറുകളുടെ കാര്യത്തിൽ അവരുടെ ഡ്യൂപ്പുകളാണ് ഈ കാര്യം ചെയ്തിരുന്നത്. A stand-in is usually a person who is physically similar to the real star. ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥ സ്റ്റാറുമായി ഫിസിക്കലി ആ സ്റ്റാറിനോട് തുല്യമായിരിക്കും. The stars themselves arrives only when the lights are ready and it is time to take a shot. ലൈറ്റുകൾ ശരിയാക്കി ഷോട്ട് എടുക്കാൻ റെഡിയാകുമ്പോൾ മാത്രമാണ് ഫേമസ് ആയ താരങ്ങൾ എത്തിയിരുന്നത്. Here is Disney's studio. I noticed that a few actors were moving about in the set, and on one side, standing quietly, was a protagonist, the same large dog. ഇവിടെ ഡിസ്നി സ്റ്റുഡിയോയിൽ ഏതാനും അഭിനേതാക്കൾ സെറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായി ഞാൻ കണ്ടു. ഒരരികിൽ മുഖ്യ കഥാപാത്രമായ ആ വലിയ നായ ശാന്തനായി നിൽക്കുന്നുണ്ട്. The cameraman shouted to everyone to take their position, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? ക്യാമറമാൻ എല്ലാവരോടും അവരവരുടെ പൊസിഷനിൽ പോയി നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നാൽ ഈ നായ മാത്രം അവിടെ തന്നെ നിൽക്കുകയാണ്. ഇതെന്നെ ആകെ കൺഫ്യൂഷനാക്കി. അടുത്ത ഷോട്ടിൽ ഈ നായയുടെ ആവശ്യമില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ബിഫോർ ഐ could ask someone, a strange thing happened. ഞാൻ ഈ കാര്യം ആരോടെങ്കിലും ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഒരു വിചിത്രമായ സംഭവം ഉണ്ടായി.
From now here appeared a little dwarf, followed by another man carrying a hairy dog skin. ഒരു ചെറിയ കുള്ളനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു നായയുടെ തോലുമായി മറ്റൊരാളും വന്നു. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. പിന്നീട് എന്നെ ശരിക്കും അമ്പരപ്പിച്ചുകൊണ്ട് ആ കുള്ളനായ മനുഷ്യൻ തറയിലെ 4 ചോക്ക് മാർക്കുകളിൽ പോയി 4 കാലിൽ ഇരുന്നു. നായത്തോലുമായി വന്ന ആൾ അയാളുടെ മേൽ അത് കവർ ചെയ്തു. Then he crawled from one mark to another and the cameraman got busy with the lights. അതിനുശേഷം കുള്ളനായ മനുഷ്യൻ ഓരോ അടയാളത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. ക്യാമറാമാൻ ലൈറ്റപ്പ് ചെയ്യാൻ. It finally dawned upon me that this dwarf was paid to be the dog's stand. പിന്നീടാണ് എനിക്ക് അത് ബോധ്യപ്പെട്ടത്. ആ നായയുടെ ഡ്യൂപ്പായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു ആ കുള്ളനായ മനുഷ്യന്. മാത്രമല്ല നല്ല പ്രതിഫലവും ആ ഡ്യൂപ്പിന് കിട്ടുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എവരി അനിമൽ ഇൻ എ ഹോളിവുഡ് ഫിലിം ഈസ് വെൽ ട്രെയിൻഡ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഹോളിവുഡ് സിനിമകളിലെ എല്ലാ മൃഗങ്ങളും നന്നായി പരിശീലിപ്പിക്കപ്പെട്ടവയാണ്. ഒരു കുതിരയെയോ നായയോ പരിശീലിപ്പിക്കാൻ വലിയ വിഷമമില്ല. ബട്ട് ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്? നോട്ട് ജസ്റ്റ് 1 or 2 ബട്ട് നിയർലി 100 ഓഫ്. പക്ഷേ നിങ്ങളെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ മലങ്കാക്കകളെ പരിശീലിപ്പിക്കുന്നതിനെ പറ്റിയിട്ട്? കേവലം 1ഉം 2ഉമല്ല, ഏതാണ്ട് 100. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേച്ചർ ഓഫ് സം ഓഫ് ദി ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഏതാനും സസ്പെൻസ് സിനിമകളുടെ സൃഷ്ടാവായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേഡ്സ് എന്ന പേരുള്ള സിനിമ നിർമ്മിച്ചപ്പോൾ അതും ഹോളിവുഡിൽ. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ് വെൻ ദ ക്രിയേച്ചർ ഓഫ് സം ഓഫ് ദി ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ ആൽഫ്രഡ് ഹിച്ച് ഡിസൈഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേഡ്സ്. ചരിത്രത്തിലെ ഏറ്റവും നല്ല ഏതാനും സസ്പെൻസ് സിനിമകളുടെ സൃഷ്ടാവായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേഡ്സ് എന്ന പേരിൽ ഒരു സിനിമ നിർമ്മിച്ചപ്പോൾ അതും ഹോളിവുഡിൽ. ഇൻ ദ സ്റ്റോറി ബേഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻ. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേഡ്സ് ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റാവൻസ്. ഈ കഥയിൽ ലോകമെമ്പാടുമുള്ള പക്ഷികൾ മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഹിച്ച്കോക്കിന് വിവിധ ഇനത്തിൽപ്പെട്ട പക്ഷികൾ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ വേണ്ടിയിരുന്നത് മലങ്കാക്കളെ. നോട്ടീസസ് വെയർ പ്ലേസ്ഡ് ഇൻ ദ പ്രസ് ഓൾ ഓവർ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ്കിംഗ് പീപ്പിൾ ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദേ ന്യൂ ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റാവൻസ്. പരിശീലിപ്പിക്കപ്പെട്ട മലങ്കാക്കകളെ കണ്ടെത്താനുള്ള മാർഗം അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഈ സിനിമയുടെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയിലെ പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തു. Someone replied within a few days. He was asked to bring his birds and he arrived with almost 100 trained ravens. ആരോ ഒരാൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മറുപടി നൽകി. അയാളുടെ പക്ഷികളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പരിശീലിപ്പിക്കപ്പെട്ട 100ഓളം മലങ്കാക്കളുമായി അയാൾ എത്തിച്ചേർന്നു. Admittedly, their training had not gone very bad. That is to say, they could not do anything that might be seen as extraordinary. തുറന്നു പറയുകയാണെങ്കിൽ അവയുടെ പരിശീലനം മോശമായിരുന്നില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസാധാരണം എന്ന് തോന്നുന്ന ഒരു കാര്യവും അവ ചെയ്യേണ്ടതുണ്ടായിരുന്നില്ല. But if as many as 50 ravens are told to perch quietly in a row on a specified spot and if they obey this command instantly, isn't that pretty impressive? ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് 50ഓളം മലങ്കാക്കകളോട് നിരയായി കുത്തിയിരിക്കാൻ ആവശ്യപ്പെടുകയും ഈ ആജ്ഞാവ് ഉടനടി അനുസരിക്കുകയും ചെയ്താൽ അത് ശരിക്കും ആസ്വാദികരമല്ലേ? Needless to say, in our own country, it is not at all easy to find trained animals, although some films have been
made in Bombay and Madras that involved working with elephants, horses and tigers. ആനകളെയും കുതിരകളെയും കടുവകളെയും ഒക്കെ ഉൾപ്പെടുത്തി ബോംബെയിലും മദ്രാസിലും ഏതാനും സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് പരിശീലിപ്പിക്കപ്പെട്ട മൃഗങ്ങളെ കണ്ടെത്താൻ അത്ര എളുപ്പമല്ല. Their performance did suggest that they were used to obeying commands. In Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. ആജ്ഞകൾ അനുസരിക്കുന്ന ശീലമുള്ളവയാണ് അവ എന്നാണ് അവയുടെ പ്രകടനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സമർത്ഥരായ നായകളെ, പ്രത്യേകിച്ചും വളരെ ബുദ്ധിയുള്ള പോലീസ് നായ്ക്കളെ ബംഗാളിൽ ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. If one is prepared to be patient, it is not altogether impossible to get good performances out of them, as we managed to do with Bhulo in Padher Panchali. ക്ഷമയോടെ ഇരിക്കാൻ ഒരാൾ തയ്യാറാണെങ്കിൽ പതേർ പാഞ്ചാലി എന്ന സിനിമയിലെ ഭൂലോ എന്ന നായയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞതുപോലെ ഇവയിൽ നിന്നും നല്ല പ്രകടനം ലഭിക്കുക എന്നത് അസാധ്യമായ കാര്യം അല്ല. Yet a dog might be difficult, not impossible to handle. What was one supposed to do if there was need for a tiger in a film? ഒരു നായയെ കൈകാര്യം ചെയ്യാൻ വിഷമമായിരിക്കുമെങ്കിലും അസാധ്യമല്ല. ഒരു സിനിമയിൽ ഒരു കടുവ ആവശ്യമായി വന്നാൽ ഒരാൾ എന്ത് ചെയ്യുമെന്ന് വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു വെൻ വി വെയർ ഷൂട്ടിംഗ് ഗോപി ഗൈൻ ബാഗാബൈൻ. ഗോപി ഗൈൻ ബാഗാബൈൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഈ പ്രശ്നവും അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇൻ ദ ഫിലിം ഗോപി ഹു ഈസ് ബാനിഷ്ഡ് by the king wanders in the forest meets Bhaga who is banished. ആ സിനിമയിലെ രാജാവിനാൽ നാട് കടത്തപ്പെട്ട ഗോപി എന്ന കഥാപാത്രം കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുമ്പോൾ നാട് കടത്തപ്പെട്ട ബാഗയെ കണ്ടുമുട്ടുന്ന രംഗമുണ്ട്. They see a tiger and freeze, but the tiger simply walks about the forest without paying them the slightest attention. അവർ ഒരു കടുവയെ കണ്ട് ഭയന്ന് പോകുന്ന രംഗം അതിലുണ്ട്. പക്ഷേ കടുവ അവരെ അല്പം പോലും ശ്രദ്ധിക്കാതെ കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഹാവിങ് തോട്ട് ഓഫ് ദിസ് സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷോട്ട് ഇറ്റ്. ഹാവിങ് തോട്ട് ഓഫ് ദ സീൻ ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. But where were we going to find a tiger? ആ രംഗം ഓർത്തവൽ അത് ഞാൻ വെറുതെ അങ്ങ് ചിത്രീകരിച്ചാൽ മതിയെന്ന് തോന്നും. പക്ഷേ എവിടെ നിന്ന് ഒരു കടുവയെ കണ്ടു കിട്ടാൻ? The obvious thing to do was to look in a circus, since they were likely to have trained animals. സർക്കസുകാരുടെ പക്കൽ പരിശീലിക്കപ്പെട്ട മൃഗങ്ങളുണ്ടാവാനിടയുള്ളതിനാൽ സർക്കസിൽ അന്വേഷിക്കുക എന്നതായിരുന്നു ചെയ്യാൻ കഴിയുന്ന വ്യക്തമായ ഒരു കാര്യം. സത്യത്തിൽ ആ സമയത്ത് ഭാരത് സർക്കസ് എന്ന് വിളിക്കപ്പെടുന്ന സർക്കസ് മാർക്കസ് സ്ക്വയറിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus. As a matter of fact, one called Bharat Circus was visiting Calcutta at the time, holding shows in Marcus. We went someone to make an appointment with its Tamil manager, and then went to meet him one morning. ആ സർക്കസിൻ്റെ തമിഴ്നാട്ടുകാരനായ മാനേജറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ച് കിട്ടാനായി ഞങ്ങളൊരാളെ അയച്ചു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാനായി പോയി. He greeted us warmly and ordered South Indian coffee for us. The manager heard a reason for our visit, then sent for one Mr. Thorat. അദ്ദേഹം ഞങ്ങളെ ഊഷ്മളമായി സ്വീകരിച്ചു. സൗത്ത് ഇന്ത്യൻ കോഫി തന്നു. ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ചോദിച്ചറിഞ്ഞു. സർക്കസിലുണ്ടായിരുന്ന മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ഒരാളെ
മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ഒരാളെ ഞങ്ങൾക്ക് അയച്ചു തന്നു. ഹീ ടേൺഡ് ഔട്ട് ടു ബി ദ റിംഗ് മാസ്റ്റർ. ഹീ ടു വാസ് എ സൗത്ത് ഇന്ത്യൻ, വെരി വെൽ ബിൽറ്റ്, വിത്ത് ഫീച്ചേഴ്സ് സം വാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാൾ. മിസ്റ്റർ തൊറാട്ട് എന്ന് പറയുന്ന ആൾ റിംഗ് മാസ്റ്റർ. അദ്ദേഹവും സൗത്ത് ഇന്ത്യൻകാരനായിരുന്നു. വളരെ നല്ല ശാരീരികമായി വളരെ നല്ല ഫിറ്റായിട്ടുള്ള അദ്ദേഹത്തിന് ഏകദേശം ഒരു നേപ്പാളിയുടെ ചായ ഉണ്ടായിരുന്നു. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. ഹി ഷോഡ് ആസ് ആൻ ഓൾഡ് സ്കാർ ഓൺ ഹിസ് ഫോറാം വിച്ച് ഹാഡ് ബീൻ കോസ്ഡ് ബൈ എ ടൈഗർ. അദ്ദേഹത്തിന് ഒരുപക്ഷെ 40-ലധികം പ്രായമുണ്ടാവുകയില്ല. അദ്ദേഹം ഒരു പഴയ മുറിവിൻ്റെ കല ഞങ്ങളെ കാണിച്ചു. അത് ഒരു കടുവ കാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷിയൂരി ഇൻ ബിർഭൂം. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചു. ബിർഭൂമിലെ ഷിയൂരിയിലാണ് ഞങ്ങൾക്ക് ഷൂട്ടിംഗ്. വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാമ്പ്. അവിടെ ഒരു ഇടതൂർന്ന മുളങ്കാട്ടിലാണ് കടുവയെ കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓൾ ദ അനിമൽ വാസ് റിക്വയർഡ് ടു ഡു വാസ് കം ഔട്ട് ഓഫ് ദി ബാംബു ഗ്രോ ഇൻ ടു ആൻ ഓപ്പൺ സ്പേസ്, പേസ് ജെൻ്റ്ലി ഫോർ എ വൈൽ, ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. കടുവ ചെയ്യേണ്ടിയിരുന്നത് മുളങ്കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് കുറച്ചു നേരം അവിടെ പതുക്കെ നടന്ന് പറ്റുമെങ്കിൽ ക്യാമറയിലേക്ക് ഒന്ന് നോക്കിയിട്ട് തിരിച്ചു പോകണം. ഇതായിരുന്നു ഞങ്ങളുടെ ആവശ്യം. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? മിസ്റ്റർ തൊറാട്ട് നോഡഡ്. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ആസ്ക്ഡ് ദ മാനേജർ. ഭാരത് സർക്കസിലെ ഒരു കടുവയ്ക്ക് ഈ ജോലി ചെയ്യാൻ സാധിക്കുമോ? മിസ്റ്റർ തൊറാറ്റ് സമ്മതരൂപത്തിൽ തലയാട്ടി. നിങ്ങൾക്ക് എത്ര സമയത്തേക്ക് കടുവയെ വേണം? മാനേജർ ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് ഹവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്, ഐ റിപ്ലൈഡ്. ബട്ട് ദാറ്റ് വുഡ് ബി ആൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷിയൂരി, ഓൺ ബീയിങ് ടോൾഡ് ദാറ്റ് ദ ട്രാവൽ ഇറ്റ് സെൽഫ് ഷുഡ് ടേക്ക് നോ മോർ ദാൻ 2 days. ഒരുപക്ഷെ ഷൂട്ടിങ്ങിന് വേണ്ടി 2 മണിക്കൂർ വേണ്ടിവരും, ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ അത് ഷിയൂരിയിലേക്കും തിരിച്ചും ഇങ്ങോട്ടും ഉള്ള യാത്രയ്ക്ക് എടുക്കുന്ന സമയത്തിന് പുറമെയാണ്. യാത്ര ഏകദേശം 2 ദിവസത്തിൽ കൂടുതൽ എടുക്കുകയില്ല. ദ മാനേജർ അഗ്രീഡ് ടു പുട്ട് ദ ടൈഗർ ഇൻ ഇറ്റ്സ് കേജ് ആൻഡ് സെൻഡ് ഇറ്റ് ഇൻ എ ലോറി. മാനേജർ അത് സമ്മതിച്ചു. അദ്ദേഹം ടൈഗറിനെ ഒരു കൂട്ടിലാക്കി ലോറിയിൽ അയക്കാമെന്ന് പറഞ്ഞു. ഹി ഇൻവൈറ്റഡ് അസ് ടു ടേക്ക് എ ലുക്ക് അറ്റ് എ ടൈഗർ. കടുവയെ കാണാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഈസി ടു സെറ്റ് ദ അനിമൽ ഫ്രീ ഇൻ ദ ബാംബു ഗ്രോ? ഐ കുഡിൻറ്റ് ഹെൽപ്പ് ആസ്കിങ്. മുളങ്കാട്ടിനുള്ളിൽ വെച്ച് ആ മൃഗത്തെ സ്വതന്ത്രനാക്കുന്നത് എളുപ്പമായിരിക്കുമോ? അങ്ങനെ ചോദിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.